ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വെള്ളക്കടല വെച്ചിട്ട് ഒരു കടലക്കറി ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കടലക്കറിയാണ്. ഒരു 6-7 വെളുത്തുള്ളി അത് നല്ലോണം ചതച്ചെടുക്കണം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇതാണ് എൻ്റെ കട്ടിംഗ് ബോർഡ് കേട്ടോ. ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഈ പാത്രം. എന്നിട്ട് 2 സവാള, അത് നല്ല നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ കടല നേരത്തെ വേവിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 വിസിൽ ഞാൻ വെച്ചിട്ടുണ്ട്, 4-5 വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേവിച്ച് വെച്ചേക്കാണ്. പിന്നെ ഒരു ചീനിച്ചട്ടി എടുക്കുക, അതിൻ്റെ അകത്ത് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ കടുകിട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടു. പിന്നെ ആ സവാളയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വഴന്ന് വരും. ഈ സവാളയൊക്കെ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുക. കടലയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി, അത് നല്ല രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. ഇടയ്ക്കൊന്ന് സവാള ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഒരു വലിയ സ്പൂൺ മുളക് പൊടി ഇടണം. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടണം. പിന്നെ ഒരു ഗരം മസാല, അതൊരു സ്പൂൺ ഇടണം. മഞ്ഞൾപ്പൊടി അതും ഒരു 1/4 ടീസ്പൂൺ അതിടണം. പിന്നെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവസാനം ഒരു ഇച്ചിരി കൂടെ കുരുമുളക് പൊടി ഒന്ന് ഇടണം കേട്ടോ. ഒരുപാട് എരിവ് കാണത്തില്ല, ഇത് കാശ്മീരി മുളകാണ് കൂടുതൽ ഇതിനകത്തുള്ളത്. പിന്നെ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് ഇത് നല്ല രീതിയിലൊന്ന് ആ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ തക്കാളി ഇടാവൂ കേട്ടോ. ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയിട്ട് ഇച്ചിരി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇച്ചിരി കടലക്കറിക്കകത്തുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇച്ചിരി അങ്ങ് കൊടുത്ത് ഒഴിക്കണം. പിന്നെ കടലയിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലക്കറി. നേരത്തെ കടല വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുറച്ച് കടല എടുത്ത് മാറ്റി വെക്കണം. അത് നമുക്ക് മിക്സിക്കകത്ത് ഇട്ടൊന്ന് അരച്ചെടുക്കണം. കടലക്കറി ചൂടൊന്ന് പോയതിന് ശേഷം മാത്രമേ മിക്സിക്കകത്തിട്ട് അടിക്കാവൂ കേട്ടോ. ഇച്ചിരി കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി